ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോറി, കുറച്ച് സൗണ്ടിൻ്റെ ഡിസ്റ്റർബൻസ് ഉണ്ടാവും. പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് നാട്ടിലാണ്. അപ്പോൾ അകത്തിരുന്ന് എടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ലൈറ്റിങ്ങും കാര്യങ്ങൾക്കൊക്കെ പ്രശ്നങ്ങൾ വരുന്നതുകൊണ്ട് ജസ്റ്റ് സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ വഴി സൈഡിലായതുകൊണ്ട് അവിടെ കുറച്ച് വർക്ക് നടക്കുന്നുണ്ട്, വണ്ടികൾ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെതായ കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പ്ലീസ് ഇഗ്നോർ ദാറ്റ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോയാലോ. Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings as the chemicals they take us higher. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് അതായത് മെയിനായിട്ടും ഇൻ്റർവ്യൂസിൽ നമ്മൾക്ക് കിട്ടാവുന്ന അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ട മെയിനായിട്ടുള്ള എന്താ പറയുക, നമുക്കും അതുപോലെ ഇൻ്റർവ്യൂ എടുക്കുന്നവർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് വാട്ട് ഈസ് യുവർ സാലറി എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത്, അല്ലേ? ഒരു പരിധി വരെ നമ്മൾ ഇൻ്റർവ്യൂ എത്ര നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്താലും നമുക്കൊരു കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു സ്റ്റേജാണ്, അല്ലെങ്കിൽ കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് വാട്ട് ഈസ് യുവർ സാലറി എക്സ്പെക്റ്റേഷൻ. നമ്മൾ ഏത് രീതിയിൽ അതിനെ ആൻസർ ചെയ്യണം. ഞാൻ പറയുന്നത് ഒത്തിരി കൂടി പോകുമോ, ഇനി ഞാൻ പറഞ്ഞത് ഒത്തിരി കുറഞ്ഞു പോകുമോ, ഞാനിങ്ങനെ ഇത്രയും പറഞ്ഞത് കാരണം എനിക്ക് ഈ ജോലി നഷ്ടപ്പെടുമോ എന്നൊക്കെ ഉള്ളത്, അല്ലേ? ശരിയാണ്. നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ വളരെ ശ്രദ്ധിച്ച് അല്ലെങ്കിൽ സൂക്ഷിച്ച് നമ്മൾ ആൻസർ ചെയ്തില്ലെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ട് ആകാവുന്ന ഒരു പാർട്ടാണിത്. കാരണം നമ്മുടെ ഇൻ്റർവ്യൂവർ നമ്മളോട് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഒരു പക്ഷേ അവർക്ക് ഒന്നാമത്തെ കാര്യം നമ്മൾ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ, അവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലാണോ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന അത്രയും രീതിയിൽ അവർക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഉറപ്പായിട്ടും ഇതിനേക്കാൾ ഇഷ്ടങ്ങൾ നല്ലൊരു ഓഫർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് പോകും എന്നുള്ള കാര്യം അവർക്കറിയാം. അപ്പോൾ അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഇൻ്റർവ്യൂവർ നമ്മളോട് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ടും നമ്മൾ ടു ഹൈ അല്ലെങ്കിൽ ടു ലോ ഒരിക്കലും ചോദിക്കാതിരിക്കുക. നമ്മൾ ജസ്റ്റ് റിസർച്ച് നടത്തുക. ഇപ്പോൾ സൊസൈറ്റിയിൽ നമ്മുടെ ഈ പ്രൊഫഷന് ഏകദേശം എത്രയാണ് സാലറി കിട്ടുന്നത് എന്നുള്ളത് അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. കാരണം നമ്മൾ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നിട്ട് എത്രയോ ചോദിക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ ചിലപ്പോൾ 10-100 പേരെ അറ്റൻഡ് ചെയ്യുന്ന ഒരു ഇൻ്റർവ്യൂവിലായിരിക്കും നമ്മളൊരാൾ. അപ്പം മറ്റുള്ളവർ കുറച്ചാണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ എന്താ പറയുക, അവർ ഈ ഒരു പൊസിഷന് കറക്റ്റായിട്ടുള്ള രീതിയിലാണ് ചോദിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ട് അവർക്ക് ഇഗ്നോർ ചെയ്യാനുള്ള ഒരു മെയിൻ റീസണാണ് നമ്മൾ ഈ ടു ഹൈ സാലറി എക്സ്പെക്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ചോദിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സൊസൈറ്റിയിൽ നമ്മുടെ സാലറി റേഞ്ച് നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക. എന്നിട്ട് ഒത്തിരി ഹൈയും ഒത്തിരി ലോയും ചോദിക്കാതിരിക്കുക. ഈ ഒത്തിരി ഹൈയും ഒത്തിരി ലോയും ചോദിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് ഞാൻ പറഞ്ഞതുപോലെ ഒത്തിരി ഹൈ ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ അവർ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമ്മളെ റിജക്ട് ചെയ്യാനുള്ള കാരണമാണ്. കാരണം അവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ച് ആയിരിക്കില്ല അത്. ഇനി ഒത്തിരി ലോ ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവിടെ നമുക്ക് നഷ്ടം സംഭവിക്കാം. കാരണം നമുക്ക് നമ്മുടെ ആ ഒരു ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നമുക്ക് അതിനേക്കാൾ കൂടുതൽ നമുക്ക് സാലറി കിട്ടാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഒത്തിരി കുറഞ്ഞ സാലറി ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ട, കുഴപ്പമില്ല, ഞങ്ങൾ ഇച്ചിരി കൂടി കൂടുതൽ തരാമെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു എംപ്ലോയി നമുക്ക് കുറച്ചും കൂടി കൂടുതൽ തരത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും സൊസൈറ്റിയിലുള്ള സാലറി റേഞ്ച് അറിയാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് അവരിങ്ങനെ വാട്ട് ഈസ് യുവർ സാലറി എക്സ്പെക്റ്റേഷൻ എന്ന് ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് പല രീതിയിൽ ഈ ക്വസ്റ്റ്യനെ ആൻസർ ചെയ്യാം. അതായത് നമുക്ക് വേണമെങ്കിൽ എക്സാക്ട് നമ്പർ എന്നല്ല, ഒരു നമ്പർ നമുക്ക് വേണമെങ്കിൽ പറയാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നമുക്ക് ടേൺ ചെയ്യാം. ലൈക്ക് എന്താ പറയുക, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ അവർ നമ്മളോട് ചോദിക്കുകയാണ് എന്താണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന സാലറി എന്ന് ചോദിക്കുമ്പോൾ നമുക്കൊരു എക്സാക്ട് എമൗണ്ട് പറയാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുകയാണ്, ഞാൻ ചിലപ്പോൾ ഒരു എക്സാക്ട് എമൗണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജോലി എനിക്ക് നഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ ഞാൻ പറയുന്ന എമൗണ്ട് കൂടി പോകുമോ കുറഞ്ഞു പോകുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് പല രീതിയിൽ ആ ക്വസ്റ്റ്യനെ ഡൈവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. മറ്റൊന്നുമല്ല, വളരെ പൊളൈറ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ മാം ആക്ച്വലി ഞാനിപ്പം ഈ ഒരു ജോബിലേക്ക് പുതിയതായിട്ട് വരുന്ന ഒരാളാണ്. എനിക്കിപ്പം ഒരു ഫ്രഷറാണെന്ന് വിചാരിക്കുക. ഞാനിപ്പോൾ UAE ഫസ്റ്റ് ആയിട്ട് ജോബ് അപ്പിയർ ചെയ്യാൻ വരുന്ന ഒരാളാണ്. ആക്ച്വലി എനിക്ക് സാലറി റേഞ്ചിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ല. സോ മേ ഐ നോ വാട്ട് ഈസ് യുവർ എന്താ പറയുക, നിങ്ങൾ ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു സാലറി റേഞ്ച് എത്രയാണെന്ന് നിങ്ങൾക്ക് പറയുന്നത് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ, നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ എന്ന് നമുക്ക് അവരോട് ചോദിക്കാം. അപ്പോൾ അവരങ്ങനെ ചോദിക്കുമ്പോൾ അപ്പോൾ അവർക്ക് പറയാൻ സാധിക്കും. അപ്പം ലൈക്ക് ഓക്കെ, ഞങ്ങൾ യൂഷ്വലി ഞങ്ങൾ ഈ കോഴ്സിന് ഞങ്ങൾ ഇത്ര തൊട്ട് ഇത്രയാണ് പറയുന്നത്.
ഇനി അതല്ല അവർ നമ്മളെ കമ്പൽ ചെയ്യുകയാണ്, എത്രയാണ് നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്ക് ഉറപ്പായിട്ട് അവരാണ് ആ ഒരു ഫിക്സഡ് എമൗണ്ട് പറയേണ്ട ഒരു ആവശ്യം വരികയാണ് എന്നുണ്ടെങ്കിൽ ബി ഫ്ലെക്സിബിൾ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എനിക്ക് ഇത്ര തന്നെ, ഞാൻ ഇത്ര വർഷം പഠിച്ചതാണ്, എനിക്ക് ഇത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ട്, എനിക്ക് ഇത്ര സാലറി തന്നെ വേണം എന്നൊരിക്കലും പറയാതിരിക്കുക. ലൈക്ക് ആ ഒരു ക്വസ്റ്റ്യന് നമുക്ക് വളരെ സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ നമുക്കൊരു നഷ്ടം സംഭവിക്കാത്ത രീതിയിൽ അതിനെ ആൻസർ പറയാൻ ശ്രമിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. അതായത് ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് പറയാം ലൈക്ക് മാം ആക്ച്വലി അക്കോർഡിംഗ് ടു മൈ സ്കിൽ ആൻഡ് നോളജ് യു ക്യാൻ ഓഫർ മീ സാലറി അക്കോർഡിംഗ് ടു ദ സൊസൈറ്റി സ്റ്റാൻഡേർഡ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് നമ്മുടെ സ്കില്ലും നോളജും നോക്കിയിട്ട് ഇപ്പോഴത്തെ ഒരു സ്റ്റാൻഡേർഡ് സൊസൈറ്റിയുടെ ഒരു സ്റ്റാൻഡേർഡ് ലെവൽ സാലറി ലെവൽ അനുസരിച്ച് നിങ്ങളൊരു സാലറി പറയുക. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു എമൗണ്ട് പറയണം എന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ടു ലോയിലേക്കും ടു ഹൈയിലേക്കും പോകാതിരിക്കാൻ ശ്രമിക്കുക. പറഞ്ഞതുപോലെ നമ്മൾ നേരത്തെ തന്നെ സ്റ്റാൻഡേർഡ് സാലറി റേഞ്ച് മനസ്സിലാക്കിയിരിക്കുക. അതിപ്പോൾ ലൈക്ക് ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഒരു 4,000 to 6,000 ആണെന്ന് വയ്ക്കുക. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് അങ്ങനെ ആ രീതിയിൽ പറയാം. ലൈക്ക് ഐ എം എക്സ്പെക്ടിങ് ലൈക്ക് 4,000 to 6,000. ഇപ്പം യു എയിലത്തെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏറ്റവും ലോ സാലറി 4,000 ആണ്, അല്ലെങ്കിൽ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എല്ലാ ഹോസ്പിറ്റലിലും അങ്ങനെയാണെന്നല്ല. ചില ഹോസ്പിറ്റലിലൊക്കെ തന്നെ ഫ്രഷേഴ്സിന് തന്നെ 6,000 കൊടുക്കുന്ന സാലറീസ് കൊടുക്കുന്ന ഹോസ്പിറ്റൽസ് എനിക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസ്ഥ വരികയാണെങ്കിലും നമ്മൾ ഒരിക്കലും ഏറ്റവും കുറഞ്ഞ റേഞ്ച് ചോദിക്കാതിരിക്കുക. അതായത് ഇപ്പോൾ 4,000 സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ 4,002 എന്ന് പറയാൻ പാടില്ല. ലൈക്ക് ഒരു 4.5 എങ്കിലും വെച്ചിട്ട് പറയുക. മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ ചോദിക്കുന്ന സാലറിയിൽ നിന്ന് അവർ മാക്സിമം ഒരു 500 കുറച്ചേ തരത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥ വരുമ്പോഴത്തേക്കും നമ്മൾ 4,002 ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ 4,000 തന്നെ എത്താം, അല്ലെങ്കിൽ 3.5 എത്താം. അതിനേക്കാൾ നല്ലത് എപ്പോഴും നമ്മൾ 4.5 അല്ലെങ്കിൽ 5 to 6.5 എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് അത് തൊട്ട് ഇതുവരെയുള്ള സാലറി റേഞ്ച് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. മറ്റൊന്നും കൊണ്ടല്ല, നമുക്ക് പലപ്പോഴും റിഗ്രറ്റ് ചെയ്യേണ്ടി വരാറുണ്ട്. അതായത് നമ്മൾ ജോലിയൊക്കെ കിട്ടി, നമ്മളുടെ ഓഫർ കിട്ടി, സാലറി ഓക്കെയാണ്, നമ്മൾ കയറി കഴിയുമ്പോൾ നമ്മുടെ കൊളീഗ്സിനോട് സംസാരിക്കുമ്പോൾ തന്നെ നമ്മുടെ സെയിം എന്താ പറയുക നമ്മുടെ ക്വാളിഫിക്കേഷൻസ് ഉള്ള അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളെക്കാൾ എക്സ്പീരിയൻസ് കുറഞ്ഞവർക്ക് നമ്മളെക്കാൾ കൂടുതൽ സാലറി കിട്ടിയിട്ടുണ്ടാകും. അത് കേൾക്കുമ്പോൾ നമുക്ക് റിഗ്രഷനാണ്. കാരണം ഞാനും ഇവരൊക്കെ കഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ എനിക്ക് അവരെക്കാൾ കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ട്, ബട്ട് സ്റ്റിൽ എനിക്ക് ഇത്രയും സാലറി കിട്ടുന്നുള്ളൂ എന്ന്. അതിനകത്ത് നമ്മളും ഒരു മെയിൻ ഫാക്ടർ ആണ് എന്നുള്ളതാണ് അതിൻ്റെ കാരണം. മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ ചോദിച്ച ആൻസർ അല്ലെങ്കിൽ നമ്മൾ ചോദിച്ച സാലറി അവർ തന്നു. അപ്പം നമ്മൾ ആ കാര്യത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. അപ്പം നമ്മൾ സാലറി റേഞ്ച് പറയുമ്പോൾ ഫിക്സഡ് അല്ലെങ്കിൽ എക്സാക്ട് നമ്പർ ഓക്കെ മൈ സാലറി എക്സ്പെക്ടേഷൻ ഇസ് 5,000 എന്ന് പറയാതെ നമ്മളൊരു റേഞ്ച് പറയാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ലൈക്ക് 4.5 to 6,000 എന്നൊക്കെയുള്ളൊരു റേഞ്ച് പറയാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് നമുക്ക് അപ്പം അവർക്കും ഓപ്ഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മളൊരു ഫിക്സഡ് എമൗണ്ട് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമ്മൾക്ക് കൂടിപ്പോയെങ്കിലും പ്രശ്നമാണ്, കുറഞ്ഞു പോയെങ്കിലും പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും റേഞ്ച് പറയാനായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നമ്മൾ ഈ ആൻസർ പറയുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ ജോബുമായിട്ട് അതിനെ ലിങ്ക് ചെയ്യാൻ ശ്രമിക്കുക. കാരണം എൻ്റെ സാലറി എക്സ്പെക്ടേഷൻ 5,000 dirhams ആണ്, അല്ലെങ്കിൽ 5.5 dirhams ആണ്, അല്ലെങ്കിൽ ഓക്കെ റേഞ്ച് ആണെങ്കിലും 4.5 to 6,000 ആണ് എൻ്റെ സാലറി റേഞ്ച് എന്ന് പറഞ്ഞ് നിർത്താതെ ഞാൻ ഈ ജോലിയിൽ, അതായത് നമ്മുടെ ആ ഒരു ജോലി, ഞാൻ നേഴ്സ് ആയതുകൊണ്ട് ഇന്ന ജോലിയിൽ ഇപ്പോൾ ഇവിടെ നിങ്ങൾ എനിക്ക് തരുന്ന ഈ റോൾസിൽ എനിക്ക് ഇത്രത്തോളം ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. സോ അതുകൊണ്ട് ഞാൻ എൻ്റെ സാലറി ഇത്ര തൊട്ട് ഇത്ര വരെ എക്സ്പെക്ട് ചെയ്യുന്നു എന്ന് പറയും. വീഡിയോസിനിടയ്ക്ക് കുറേ ഡിസ്ട്രാക്ഷൻസ് വരുന്നുണ്ട്. എനിക്കറിയില്ല ഇനി എഡിറ്റ് ചെയ്യുന്ന സമയത്ത് വീണ്ടും എനിക്ക് വീഡിയോ റിപ്പീറ്റ് ചെയ്യേണ്ടി വരുമോ എന്ന്. ലൈക്ക് നമ്മൾ പറഞ്ഞതുപോലെ സിറ്റ് ഔട്ടിൽ ഇരിക്കുന്നതുകൊണ്ട് റോഡ് സൈഡിൽ കൂടെ അനൗൺസ്മെൻറ്റും കാര്യങ്ങളെല്ലാം പോകുന്നുണ്ട്. ഓക്കെ ഫൈൻ. അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ജോബുമായിട്ട് അതിനെ ലിങ്ക് ചെയ്ത് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമ്മൾ സാലറി മാത്രമായിരിക്കലാണ് നമ്മുടെ ലക്ഷ്യമെന്ന് നമ്മുടെ ഇൻ്റർവ്യൂവറിന് തോന്നാൻ പാടില്ല. അതായത് നമ്മൾ പറഞ്ഞ പോലെ എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ വേണം ആൻസർ ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ജോബുമായിട്ട് കൂടി റിലേറ്റ് ചെയ്തിട്ട് പറയാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഈ സാലറി എക്സ്പെക്ടേഷൻ പറയുമ്പോൾ നമ്മൾ പറയാൻ പാടില്ലാത്ത അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പം അതും കൂടി ഞാൻ വളരെ ചുരുക്കി ഒന്ന് പറയാം. ആക്ച്വലി ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു, എന്നാലും ജസ്റ്റ് ഒരു പോയിന്റ് വൈസ് ഒന്ന് പറഞ്ഞു വെക്കാമെന്ന് വിചാരിച്ചു. പറഞ്ഞതുപോലെ തന്നെ ഡോണ്ട് ടെൽ ആൻ എക്സാക്ട് എമൗണ്ട് എന്നുള്ളതാണ്. അതായത് നമ്മൾ ഒരിക്കലും ഒരു ഫിക്സഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സാക്ട് ആയിട്ടുള്ള ഒരു എമൗണ്ട് പറയാൻ പാടില്ല സാലറി എക്സ്പെക്ടേഷൻ ചോദിക്കുമ്പോൾ. പറഞ്ഞതുപോലെ തന്നെ
ടു ഹൈ ആൻഡ് ടു ലോ ഒരിക്കലും പറയാതിരിക്കാൻ ശ്രമിക്കുക. അപ്പം അത് പറഞ്ഞാൽ എന്താ പ്രശ്നം എന്നുള്ള കാര്യം ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ പ്രീവിയസ് കമ്പനിയെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ അതർ കമ്പനീസിനെ കുറിച്ച് അല്ലെങ്കിൽ അവരുമായിട്ട് കമ്പയർ ചെയ്ത ഒരു സാലറി റേഞ്ച് ഒരിക്കലും പറയാൻ പാടില്ല. അതായത് ചിലപ്പോൾ നമുക്ക് പ്രീവിയസ് കമ്പനിയിൽ ഇത്രയായിരിക്കും, അല്ലെങ്കിൽ അവിടെ സാലറി കുറഞ്ഞു പോയതുകൊണ്ടായിരിക്കും നമ്മൾ അടുത്ത ജോലിയിലേക്ക് വന്നത്. ഇനി ഇതല്ല, നമ്മുടെ ഒരു ഫ്രണ്ട് അപ്പുറത്ത് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ അപ്പുറത്തെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അവർക്ക് നമ്മുടെ സെയിം പ്രൊഫഷനായിട്ടും അവർക്ക് ഇത്രയും കൂടെ ഹൈ സാലറി ഉണ്ട്. അപ്പം നമ്മളോട് ഇവരൊരു സാലറി പറയുന്നു, അപ്പം നമുക്ക് അപ്പുറത്ത് എൻ്റെ ഫ്രണ്ട് ഉണ്ടല്ലോ, അവിടെ അവർക്ക് 6,000 കിട്ടുന്നുണ്ടല്ലോ എന്നൊരിക്കലും നമ്മൾ മറ്റൊരു കമ്പനിയെ വെച്ച് കമ്പയർ ചെയ്ത് ഈ കമ്പനിയിൽ പറയാൻ പാടില്ല. അത് നമുക്കൊരു ബാഡ് ഇംപ്രഷൻ കിട്ടാനുള്ള മെയിൻ കാരണമാണ്. അതുകൊണ്ട് ആ ഒരു കാര്യം നമ്മൾ ഒരിക്കലും പറയാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ മെയിനായിട്ടും ഇത്രയും കാര്യങ്ങൾ ചെയ്യാനും പാടില്ല, അതുപോലെ തന്നെ നമ്മൾ പറയുമ്പോൾ ശ്രദ്ധിക്കാനായിട്ട് ഇത്രയും കാര്യങ്ങൾ പറയുകയും വേണം. അപ്പോൾ എപ്പോഴും വാട്ട് ഈസ് യുവർ സാലറി എക്സ്പെക്ടേഷൻ ചോദിക്കുമ്പോഴത്തേക്കും ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചിട്ട് പോവുക. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ ആ സെയിം ഹോസ്പിറ്റൽ അല്ലെങ്കിൽ സെയിം കമ്പനിയിൽ തന്നെ നിങ്ങൾക്ക് ജോലി കിട്ടാനായിട്ട് ഹെൽപ്ഫുൾ ആകും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. പറയുന്നത് പോലെ തന്നെ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും കമൻസിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കുക. പറഞ്ഞതുപോലെ എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും മെസ്സേജ് അയക്കാവുന്നതാണ്. ചിലപ്പം ദ സെയിം ടൈം എനിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റില്ല, ബട്ട് ഓൺ ദ സെയിം ഡേ ഞാൻ എന്തായാലും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.